ഒരു ലീനിയർ പോളിനോമിയലാണ്, ഡിഗ്രി 1. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ 9 പഠിച്ചിട്ടുണ്ട്. y = x എന്ന് കൊടുത്താൽ ഇതിൻ്റെ ഗ്രാഫ് ഒരു ലീനിയർ ഗ്രാഫായിരിക്കും. ലീനിയർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, ഒന്നെങ്കിൽ ചെരിഞ്ഞ ലൈൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, അല്ലെങ്കിൽ വെർട്ടിക്കൽ. ഇതിലേതെങ്കിലും ഒരു ലൈനായിരിക്കും, ഒരു ലീനിയർ ലൈനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പോളിനോമിയൽ എടുക്കുക. y = 2x + 3. y = 2x + 3 polynomial p of x. p of x = 2x + 3. അപ്പോൾ ആദ്യം ഈ p of x ന് പകരം y കൊടുക്കുക. y = 2x + 3. എന്നിട്ട് എക്സും വൈ, അങ്ങനെയാണുള്ള ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് പോയിന്റുകൾ കണ്ടുപിടിക്കണം. എക്സും വൈയും. നമുക്ക് കുറേ പോയിന്റുകൾ കണ്ടുപിടിക്കാം. പക്ഷേ ലൈൻ വരയ്ക്കാൻ 2 പോയിന്റ് ആവശ്യമുള്ളൂ. അപ്പോൾ എക്സ് 0 ആണെന്ന് കരുതുക, എക്സ് 1 ആണെന്ന് കരുതുക. ആദ്യം 1, 2 × 1 2, 2 + 3 5. x -2, 2 × -2 -4 + 3 -1. ഇനി എത്ര വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 1 2 3 ആണെങ്കിൽ 2 × 3 6, 6 + 3 9. ഇനി -1 ആണെങ്കിൽ 2 × -1 -2 1. അപ്പോൾ 1 5 -2 -1 3 9 -1 1. ഇതിലേതെങ്കിലും 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഒരു പണിയാം. 1 5 -2 -1 ഇത് രണ്ടും എടുക്കാം. ബാക്കി എല്ലാ പോയിന്റ് അതിനകത്തുണ്ടാവും. എക്സ് വൈയും വരയ്ക്കുക. ഇത് എക്സ്, ഇത് വൈ, ഇവിടെ 0. അപ്പോൾ തുല്യമാകാം. 1 2 3 4 5. 1 2 3 4 5. അകലെല്ലാം തുല്യമായി കറക്റ്റേ ഉള്ളൂ. അപ്പോൾ ഉടനെ ഇങ്ങനെ പറ്റും. -1 -2 -3 -1 -1 -2 -3 -4. അപ്പോൾ വലതുവശത്തേക്ക് പോസിറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവ്, ഇടതുവശത്ത് നെഗറ്റീവ്, താഴെ നെഗറ്റീവ്. ഇത് നമുക്ക് നമ്പർ ലൈനാണ് എക്സ്. അതിന് ഒരു 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ പോസിറ്റീവ് മുകളിൽ പോകും, നെഗറ്റീവ് താഴെ പോകും. അങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ് ഇത് വഴി. ഈ 1 5 1 5 ഇതാണ് 1 5. -2 -1 -2 -1 ഇവിടെ -2 -1. ഇത് രണ്ടും യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ലൈൻ ഇതാണ് y = 2x + 3. ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് അതാണ് അതിൻ്റെ 0. അപ്പോൾ -3/2 0 ആയിരിക്കും. -3/2 0. 1ൻ്റെയും 2ൻ്റെയും നടുക്ക് ഇവിടെ y/2 ഇവിടെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കും. ഇപ്പോൾ 2x + 3 x 1 ആണെന്ന് കരുതുക. 2 × 1 2, 2 + 3 5. 1 5ലേക്ക് 1
5 കട്ട് ചെയ്യാം. അവിടെ ഉണ്ട് 2 അങ്ങ് എഴുതുക. 2 × 2 4 4 2 7 ഇവിടെ 7 ഇനി -2 -4 3 -2 -4 3 -2 -1 -3 -6 + 3 -3 3 -3 3 -3 3 അതുപോലെ 2 5 3 ആകുമ്പോൾ 7. ഈ പറഞ്ഞ ഏത് ബിന്ദു എടുത്താലും ഇതിനകത്തായിരിക്കും. ഇതാണ് ഒരു ലീനിയർ ഗ്രാഫ്. ഇത് ഇവിടെ ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. അതാണ് -3 എന്ന് പറഞ്ഞാൽ x 0 ആണെങ്കിൽ y കിട്ടുന്ന ഏതാണ്? y x 0 ആണെങ്കിൽ 2 + 2 × 0 0 + 3 y = 0 + 3 x y 0 ആണെങ്കിൽ 3 2 × 0 3. അപ്പോൾ ടച്ച് ചെയ്ത് പോകുന്നത് ഇതിലേക്ക് -3/2. ഇനി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് എഴുതുക. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി x ആണെങ്കിൽ അതിന് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു പരാബോളയെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞെടുക്കാം. y is x² - 3x x² - 3x - 4 x² - 3x - 4. So y is equal to x² - 3x - 4. അതിന് 2 പോയിന്റ് പോരാ, സ്ട്രെയിറ്റ് ലൈൻ 2 പോയിന്റ് മതി. ഇതിന് എത്ര പോയിന്റ് ഉണ്ടോ അത്രയും കറക്റ്റാണ്. x വരും, x 1 കൊടുക്കും, 1 - 3 - 4 1² 1 3 × 1 3 -3 -4 അപ്പോൾ -6. ഇവിടെ പറയാം -2 അപ്പോൾ -2² 4 -3 × -2 6 -4 -3 × -2 -6 +6 അപ്പോൾ -2² 4 4 - 6 -4 അപ്പോൾ -2 6 + 4 10 10 - 4 6 -6 -1 -1 ആകുമ്പോൾ 1 മൈനസ് ഇത് +3 ആവും, ഇത് -4 1² -1² 1 -3 × -1 +3 -4 3 - 4 -1 0 ആയി. ഇനി ഇനി 0 0 - 0 -4 അപ്പോൾ -4 1 1 കൊടുക്കും, 1² 1 പ്ലസ് 3 × 1 3 -4 -6 1 - 3 -2 -4 -6 2 2 ആകുമ്പോൾ 2² 4 -6 -4 അത് -6. അപ്പോൾ ഈ 4 പോയിന്റ് x² - 3x - -2 -6 -1 0 0 -4 1 -6 2 -6
x y 1 2 3 4 5 6 1 2 3 4 5 6 minus 1 minus 2 minus 3 minus 4 minus 5 minus 6 minus 1 minus 2 minus 3 minus 4 minus 5 minus 6 to 0. Go. Minus 2 minus 6 minus 2 minus 6 minus 2 minus 6 minus 2 minus 6 minus 1 0 minus 1 0 0 minus 4 0 minus 4 0 minus 4 1 minus 6 1 minus 6 1 minus 6 1 minus 6 2 minus 6 2 minus ഒരു പ്രയോഗിച്ചാൽ ഇങ്ങനെ ഒരു പരാമറയുണ്ട്. ഇത് സീറോയിൽ കട്ട് ചെയ്യണത് മൈനസ് 1 സീറോയിൽ കട്ട് ചെയ്യും. One, 2, 3, 4, 5, 6. 1, 2, 3, 4, 5. Minus 1, minus 2, minus 3, minus 4, minus 5, minus 6. Minus 1, minus 2, minus 3, minus 4, minus 5, minus 6. Minus 2 6 minus 2 minus 2 6 ആണ് minus 2 6 minus 2 6 minus 2 6 minus 1 0 minus 1 0 minus 1 0 0 minus 4 0 minus 4 1 minus 6 1 minus 6 1 minus 6 2 minus 6 2 minus 6 3 minus 4 3 minus 4 4 0 തീർന്നു. അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് y is equal to 3x, y is equal to x square minus 3x minus 4ന്റെ ഇത് രണ്ടിടത്ത് ടച്ച് ചെയ്യും. -1 0 4 0. അപ്പോൾ അതിൻ്റെ 0 വാല്യൂസ് ആണ് -1 2 0. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഒരിടത്ത് ടച്ച് ചെയ്യുള്ളൂ, പരാബോള രണ്ടിടത്ത് ടച്ച് ചെയ്യും. ഇനി ഒരു ലീനിയർ ഒരു പവർ 3 ആണെങ്കിൽ ഈ ഗ്രാഫിനകത്ത് മൂന്നിടത്തേക്ക് വന്നത് വരും. ഇവിടെ പേജ് 24 കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ
Page 34. Here the graph cuts x-axis at two distinct points A and A dash. ഇവിടെ ഒന്നാമത് രണ്ടെണ്ണം, രണ്ടാമത്തേല് രണ്ടെണ്ണം. ഒന്നാമത്തത് ഗ്രാഫ് ഇങ്ങനെ വരും, എക്സിൽ രണ്ടിടത്ത് കെട്ടി. രണ്ടാമത്തേല് ഗ്രാഫ് ഇങ്ങനെ വരും, രണ്ടിടത്ത് കെട്ടി. മൂന്നാമത്തേല് ഗ്രാഫ് ഇങ്ങനെ വരുന്നു. എക്സാക്സിൽ ഒറ്റ രണ്ടിലെ കെട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വാല്യൂവും ഒന്ന് തന്നെ, ഒരേ വാല്യൂ കിട്ടും. അടുത്തത് നാലാമത്തത് ഇങ്ങനെ വരും. പരാബോളയുടെ ഈ അറ്റം എക്സിനോടത്തെ കട്ടിയുണ്ട്, അതിനകത്ത് ഒരു വാല്യൂ ഉണ്ടാവും. സാധാരണഗതിയിൽ രണ്ട് വാല്യൂ വരും, രണ്ട് ഭാഗം രണ്ടിടത്ത് കട്ടി, ഒരിടത്ത് കട്ടിയും. ഇനി ചിലപ്പോ എക്സപ്ഷൻ വൈകേഷൻ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് പോകുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ രണ്ടിടത്ത് കട്ടി. ചിലപ്പോൾ അത് ഇങ്ങനെ പോകും, അപ്പൊ ഒരിടത്തെ കട്ടിയുള്ളൂ, അപ്പൊ ഒറ്റ സീറോയോ. ചിലയിടത്ത് ഇങ്ങനെ പോകും, അപ്പൊ രണ്ടിടത്തുണ്ടാവും. ചിലപ്പോൾ അത് ഒരു പോയിന്റ് ഇങ്ങനെ പോകും, അപ്പോൾ ഒരിടത്തുണ്ടാവും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എപ്പോഴും ഒരു പരാബോളയായിരിക്കും. ഇനി പേജ് 26 ഒരു പരാബോള മൂന്നിടത്ത് കട്ടിയാണ്, അത് ക്യൂബിക്കായിരിക്കും. പവർ 3 ആണെങ്കിൽ പരാബോള വരുന്നത് വേറെ വിധത്തിലേ. പരാബോള ഇങ്ങനെ മൂന്ന് സീറോസ് ഉണ്ടാവും. ഇനി ചിലപ്പോൾ പരാബോള ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ സീറോ ഒന്നേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പേജ് 26 ആദ്യത്തെ ഗ്രാഫിൽ 3 രണ്ടാമത് ഗ്രാഫ് ഫിഗർ 227 ഉണ്ട്. അതിലൊന്ന് 2 വരും, അതിൽ ഒരെണ്ണേ ഉള്ളൂ. അടുത്തത് 2 28. പിന്നെ വലത് സൈഡിലുണ്ട് the number of zeros is 1 as the graph intersects x-axis at one point only. The number of zeros into graph set x-axis 2 points. The number of zeros is 3. മൂന്നാമത്തേൽ 3. ഇനി അതിലൊരു എക്സസൈസ് ഉണ്ട്. The graphs page 28. The graphs of y is equal to p of x are given in the figure 210 below for some polynomials p of x. Find the number of zeros of p of x in each case. 1. അതൊരു സ്ട്രൈറ്റ് ലൈനാണ്. അത് എക്സിൽ ടച്ച് ചെയ്തിട്ടില്ല, ഇന്റർസെക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ സീറോസ്, അതിന് സീറോസ് ഇല്ല. രണ്ടാമത് വൈ ആക്സിസിൽ ടച്ച് ചെയ്തിട്ട് എക്സ് ആക്സിലും ടച്ച് ചെയ്തിട്ട്, പക്ഷെ എക്സ് ആക്സിലെ കണക്ക് കൂട്ടു ഒരു സീറോയേ ഉള്ളൂ. അടുത്ത എക്സിൽ 1, 2, 3 അടുത്തുണ്ട്, 3 സീറോസ്. ഇനി നാലാമത്തത് ക്വാഡ്രാറ്റിക് ആണ്, ഒരു പരാബോള മാത്രം, രണ്ടിടത്ത് ടച്ച് ചെയ്യുന്നു. അഞ്ചാമത്തത് 1, 2, 3, 4 നാലിടത്ത് എക്സ് ടച്ച് ചെയ്തിട്ട് 4 സീറോ. ആറാമത്തെ 1, 2, 3 അടുത്ത്, അത് 3. അപ്പൊ എക്സ് ടച്ച് ചെയ്യണ മാത്രം കണക്കൂട്ട് മതി. ഇനി റിലേഷൻഷിപ്പ് between zeros and coefficients of polynomial. Polynomial coefficients and the zero in the relation. So 2x square minus 8x plus 6. This is quadratic equation. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ നടുക്കിന് 2 സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ രണ്ടെണ്ണത്തിന്റെ പിന്നെ x plus a into x plus b എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാം.
ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ 2x സ്ക്വയർ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി നടുക്കിൽ രണ്ടടുത്തിരിക്കും. x സ്ക്വയർ മൈനസ് 6x മൈനസ് 2x പ്ലസ് 6 മൈനസ് 8xനെ മൈനസ് 6x മൈനസ് 2x ആവും. കൃത്യം രണ്ടടുത്തിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആദ്യത്തെ രണ്ടത്തിൻ്റെയും കോമൺ ഫാക്ടർ എടുക്കുക 2x. അപ്പോൾ x മൈനസ് 3 2x into x 2x square 2x into minus 3 minus 6x. ഇനി അടുത്തത് മൈനസ് 2 എടുക്കുക. അവിടെ ഈ രണ്ടിടത്തും ഒരു x മൈനസ് 3 കോമൺ ആണ്. അപ്പോൾ x മൈനസ് 3 കോമൺ ആണെങ്കിൽ മൈനസ് 2 എടുക്കുക. മൈനസ് 2x minus 3 minus 2 into x minus 2x minus into minus plus 2 into 3 6. ഇപ്പോൾ ഇതിനൊരു കോമൺ ഫാക്ടർ x minus 3 ആയി. x minus 3 into 2x minus 2. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഇനി ഇതിൻ്റെ സീറോസ് കാണണമെങ്കിൽ ഈ p of x 0 ആണെന്ന് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് x minus 3 into 2x minus 2 equals 0. ഇത് 0 ആയിട്ട് കിടക്കും. 2x square minus 8x plus 6 0. അപ്പോൾ x minus 3 into 2x minus 3 0. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവും അല്ലേ? 0 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 0 ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം തമ്മിൽ 0 ആണെങ്കിൽ രണ്ടിലെ ഒരെണ്ണം 0 ആയാൽ മതി. ഒന്നെങ്കിൽ x minus 3 0 ആവണം, അല്ലെങ്കിൽ 2x minus 2 0 ആവണം. x minus 3 0 ആണെങ്കിൽ x 3 ആവണം. 2x minus 2 0 ആണെങ്കിൽ 2x 2 ആവണം. ഇവിടെ x ന്റെ വാല്യൂ കിട്ടി. 2x 2 ആണെങ്കിൽ x 2/2 1. അപ്പോൾ x ന്റെ വാല്യൂ 3, x ന്റെ വാല്യൂ 1. രണ്ട് വാല്യൂ ഉണ്ട്. ഒന്നെങ്കിൽ ഈ പോളിനോമിയലിന്റെ രണ്ട് സീറോസ് ആണ് 3 ഉം 1. ഈ സീറോസിന്റെ സം കാണും. ഈ സമ്മും അതിന്റെ കോഎഫിഷ്യന്റുമായിട്ട് ബന്ധമുണ്ട്. 2x square minus 8x plus 6 സീറോസിന്റെ സം. നമുക്ക് കിട്ടിയ സീറോസ് 1 ഉം 3 ആണ്. 1 plus 3 is equal to 4. ഇനി അതിന്റെ പ്രോഡക്റ്റ് 1 into 3 3. ഇതിന്റെ കോഎഫിഷ്യന്റ് കൊടുക്കാം. b by a ആണ് മൈനസ് ഓഫ് b by a എന്ന് പറഞ്ഞാൽ മൈനസ് 8/2. ഇതിനെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആയിട്ട് തരാനുണ്ട്. 0 അല്ലെങ്കിൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആയിട്ട് തരാനുണ്ട്. b by a മൈനസ് b by a മൈനസ് 8 മൈനസ് ഓഫ് മൈനസ് 8/2. ഇവിടെ b ഓൾറെഡി മൈനസ് 8 ആണ്. അതിന്റെ മൈനസ് നെഗറ്റീവ് ഈക്വൽ ടു 8/2 is equal to 4. ഈ സമ്മല്ലേ കിട്ടും. ഇനി c by a കാണാം. c by a 6/3 അതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് സംഭവം വരുന്നെങ്കിൽ അതിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ അതിന്റെ കോഎഫിഷ്യന്റ് വെച്ചിരിക്കും. ഏതാ എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഹരിച്ചാൽ സം കിട്ടും. കോൺസ്റ്റന്റിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഹരിച്ചാൽ പ്രൊഡക്റ്റ് കിട്ടും. ഇത് കോൺസ്റ്റന്റ് നേരെ ഹരിച്ചാണ്. നടുക്കുള്ളത് മൈനസ് ബി ബൈ എ, അതിന് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഓഫ് ബി എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഹരിച്ചാലേ കിട്ടും. ഇത് ജനറൽ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം.
ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. ഇതാണ് പോളിനോമിയൽ എന്ന് എഴുതുക. Let alpha and beta are the zeros of the polynomial. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ k ഇൻറ്റു ആൽഫ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ. ഇതാണ് ആ പോളിനോമിയൽ. ആൽഫ ബീറ്റ അതിൻ്റെ സീറോസ് ആണെങ്കിൽ സീറോസും എക്സ് മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ അത് തമ്മിൽ കുടിച്ചാൽ അങ്ങനെയാണല്ലോ കണ്ടുപിടിക്കുന്നത്. എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ സീറോ ആകുമ്പോൾ എക്സ് മൈനസ് ആൽഫ സീറോ എക്സിൻ്റെ വില ആൽഫ, എക്സ് മൈനസ് ബീറ്റ സീറോ എക്സിൻ്റെ വില ബീറ്റ. അപ്പോൾ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബി ഐ ഒരു കെ ഉണ്ടാകും, ഒരു കോൺസ്റ്റന്റ്. ഇതാണ് ആ പോളിനോമിയൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. ഈ പോളിനോമിയൽ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ ആൽഫ ഗുണിക്കുക എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ. ഇനി കെ ഇതിനകത്ത് ഗുണിക്കുക കെ എക്സ് സ്ക്വയർ മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് കെ ആൽഫ ബീറ്റ. ഇതാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് രണ്ടിടത്ത് ഈക്വൽ ആയിരിക്കും, എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ട് ഭാഗത്ത് ഈക്വൽ ആയിരിക്കും, കോൺസ്റ്റന്റ് രണ്ട് ഭാഗത്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ കെ എക്സ് സ്ക്വയറിന്റെ കോൺസ്റ്റന്റ് കെ ഇവിടെ എ. ഇനി കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും ബി. കെ ആൽഫ ബീറ്റ ആയിരിക്കും സി. ഇനി ഈ കെയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. കെ എന്ന് പറഞ്ഞാൽ എ ആണ്, അപ്പോൾ എനിക്ക് കെ വേണ്ട, എ കൊടുക്കാം. എ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ബി. A into alpha beta is equal to C. Alpha plus beta sum. K into alpha minus beta K into x minus alpha into x minus beta equals kx square plus bx plus c. K1 to x minus kx square plus bx plus c is equal to kx square minus k into alpha plus beta x plus k alpha beta. അപ്പോൾ k is equal to a, coefficient ആരംഭിക്കുന്നു. b is equal to
minus k into alpha plus beta. C is equal to k alpha. K is equal to A. B is equal to minus k into alpha plus beta. നേരത്തെ നമ്മൾ k into alpha plus beta എഴുതിയല്ല, minus k into alpha plus beta. ഇത് k alpha beta. ഈ വാല്യൂ ഇവിടെ കൊടുക്കാം. B is equal to minus a into alpha plus beta. C is equal to a into alpha beta. അപ്പോൾ alpha plus beta minus a into alpha plus beta എന്ന് പറഞ്ഞാൽ b. Therefore alpha plus beta is equal to minus b by 2. ഇനി k into alpha beta is equal to c. Therefore alpha beta is equal to c by a. അപ്പോൾ സീറോസിന്റെ സമ്മ് ax square plus bx ലെ എക്സിന്റെ കോഎഫിഷ്യന്റിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അടിച്ച് അതിന് നെഗറ്റീവ് ഉണ്ടാക്കി, അവയുടെ പ്രോഡക്റ്റ് കോൺസ്റ്റന്റിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇത് ഫാക്ടറൈസ് ചെയ്യാൻ തന്നെ ax square plus bx plus cയുടെ സമ്മും പ്രൊഡക്റ്റും ഉപയോഗിച്ച് ഞാൻ സീറോസ് കണ്ടു. Exercise. Find the zeros of the following quadratic polynomials and verify the relationship between the zeros and coefficients. 1. X square minus 2x minus 8. ഇതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാം. മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്ത് x square minus 2x എന്നുള്ളത് minus 4x plus 2x minus 8 ആണ്. minus 4x plus 2x minus 2x. ഇവിടെ നിന്ന് x പുറത്തെടുത്തു, x minus 4 plus 2 പുറത്തെടുത്തു, x minus 4. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലേ x minus 4 കോമൺ ആയിട്ട് വരും. ഈ x minus 4 കോമൺ ആയിട്ട് വരും. അപ്പോൾ x minus 4 into x plus 2 equal to 0, equal to 0, equal to 0, equal to 0. X minus 4 is equal to 0, x plus 2 is equal to 0. The level x is equal to 4, x is equal to minus 2. ഇത് രണ്ടുമാണ് zeros. 4 minus 2. ഇനി sum 4 plus minus 2. 4 minus 2, 2. Product 4 into minus 2 minus 8. ഇത് രണ്ട് കോഎഫിഷ്യന്റ് താരതമ്യം ചെയ്താൽ കിട്ടുന്നു. കോഎഫിഷ്യന്റ് താരതമ്യം ചെയ്യുമ്പോൾ സമ്മ മൈനസ് ബി ബൈ എ, മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2, a 1 2 അത് കിട്ടി. പ്രോഡക്റ്റ് c by a മൈനസ് 8 by 1 മൈനസ് 8. ആ പ്രോഡക്റ്റ് ഇവിടെ. അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ രണ്ടും കറക്റ്റാണ്. ഇത് വേറെ 4s square minus 4as plus 1. അടുത്ത് സ്പ്ലിറ്റ് ചെയ്യാം. 4s square minus 2s minus 2s plus 1. മൈനസ് 4sനെ മൈനസ് 2s മൈനസ് 2s ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ അപ്പോൾ 2s കോമൺ ആയിട്ട് എടുത്താൽ 2s minus 1. ഇവിടെ 2s minus 1 കിട്ടണമെങ്കിൽ മൈനസ് 1 കോമൺ ആയിട്ട് എടുക്കണം. അപ്പോൾ 2s minus 1. മൈനസ് 1 into 2s minus 2s minus 1 into minus 1 plus 1.
2s1 minus 1 into 2s minus 1. കിട്ടുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. 2s is equal to 1, 2s is equal to 1, s is equal to 1 by 2, s is equal to 1 by 2. രണ്ട് സീറോയും ഒന്ന് തന്നെ 1 by 2. ഇനി സമ്മ് 1 by 2 1 by 2 1. പ്രോഡക്റ്റ് 1 by 2 into 1 by 2 1 by 4. ഇവിടെ b minus b by a minus 4 minus ആകുമ്പോൾ 4 by 4 1 c by a 1 by 4. ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ അത് കറക്റ്റാണ്. Next, 6x cubed, x square minus 3 minus 7x. ഇപ്പോൾ എഴുതിയേക്കുന്ന അതിൻ്റെ ഫോർമുല എന്താ? ax square plus bx plus c ഫോർമുല. അപ്പോൾ 6x square minus 7x minus 3 എന്ന രൂപത്തിൽ എഴുതിയാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. അതിനെ ax square plus bx plus c ഒരു താരതമ്യം. അപ്പോൾ 6x square minus 7x minus 3 is equal to 0. മിഡിൽ ടേമിനെ രണ്ടായിട്ട് തിരിക്കുക. 6x square minus 9x plus 2x minus 3 equal to 0. minus 9 plus 2 ആക്കി minus 7. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 3x എടുക്കാം. 2x minus 3. ഈ 2x minus 3 കോമൺ ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കും. പ്ലസ് 1 എടുക്കും. 2x minus 3 equals 0. 2x minus 3 common. 3x plus 1 equals 0. അപ്പോൾ 2x minus 3 is equal to 0 or 3x plus 1 is equal to 0. 2x 3 ആണെങ്കിൽ x 3 by 2. 3x plus 1 0 ആണെങ്കിൽ 3x is equal to minus 1, x is equal to minus 1 by 2. This sum 3 by 2 minus 1 by 2. 9 minus cross multiply 3 3 9 minus 2 by 2 into 3 6. 9 minus 2 7 by 6 are sum. Product 3 by 2 into minus 1 by 2 minus 3 by 3 3 minus 1 by 2. This is all coefficient. b by a minus b by a or 7 by 6 കിട്ടി. c by a minus 3 by 6 1 minus 1 by 2 അതും കിട്ടി. അതും കറക്റ്റ്. ഇനി അടുത്തത് t square minus 50. t എന്ന കോഎഫിഷ്യന്റ് എന്ന പദമില്ല. ax square plus bx plus c. c ഉണ്ട്, a ഉണ്ട്, b 0 ആണ്. അപ്പോൾ ഇതിനെ രണ്ടാമത് തിരിക്കുമ്പോൾ a square minus b square രൂപത്തിൽ t plus root 50 into t minus root 50 equal 0.
t minus root 15 or t plus root 15. Zeros are minus root 15 or plus root 15. Sum 0. Product minus root 15 into plus root 15 is equal to minus 15. D by A coefficient okay. D 0. 0 by 1 0. Sum 0. C by A minus 15 by 1 minus minus 15. In the next 3x square minus x minus 4. There is 3 and അത് 3 കൊടുത്തു. x square minus x by 3 minus 4 by 3. ഈ രൂപത്തിലേക്ക് ax square ഈ രൂപത്തിൽ കൊണ്ടുവരാം. ഇതായിരിക്കും എളുപ്പം. പ്രോഡക്റ്റ് ആണ് 3 into ആ 3 എന്ന് കിടക്കട്ടെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. x square plus x minus 4 by 3x minus plus 1 minus 4 by 3. x by 3 എന്ന് പറഞ്ഞാൽ 1 minus 4 by 3 ആണ്. 1 minus 4 by 3 1 by 3 അല്ലേ. 1 minus 4 by 3 എന്ന് പറഞ്ഞാൽ 3 into 1 3. 3 minus 4 minus 1 minus 1 by 3. ഇങ്ങനെ രണ്ടായിട്ട് minus 4 by 3 into ഇതിനെ x കോമൺ x into x plus 1. ഇവിടെ minus 4 by 3 കോമൺ എടുക്കുക x plus 1. Minus 4 by 3 into minus 5 by 3 x minus 4 by 3 into 1 minus 4 by 3 equals 3 into ഇതിനെ x plus 1 കോമൺ ആയിട്ട് എടുത്താൽ x plus 1 into ഡബിൾ ബ്രാക്കറ്റ് കാണുന്നില്ല x minus 4 by 3. അപ്പോൾ 3 പ്രോഡക്റ്റ് 3 into x plus 1 into x minus 4 by 3. ഈ 3 വേണമെങ്കിൽ ഈ ബ്രാക്കറ്റിന് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഭിന്നസംഖ്യ ഒഴിവായിരിക്കും. എന്താവും x plus 1 into 3x minus 4. അപ്പോൾ ഇവിടെ സീറോസ് അതിനകത്ത് നോക്കിയാൽ minus 1 4 by 3 minus 1 4 by 3 3 0 ആവില്ലല്ലോ. 3 നമ്മൾ പിടിച്ച 0 ആണെങ്കിൽ ഇത് 0 ആയിട്ട് താരതമ്യം ചെയ്താൽ 3 0 ആവില്ല. x plus 1 0 ആകുമ്പോൾ x minus 1 x minus 4 by 3 0 ആണെങ്കിൽ 4 by 3. ഇനി സമ്മ് minus 4 by 3 minus 1 എന്ന് പറഞ്ഞാൽ 4 minus 3 by 3 1 by 3. സമ്മ് 1 by 3. പ്രോഡക്റ്റ് minus 1 into 4 by 3 minus 4 by 3. അപ്പോൾ താഴ്ചയോടെ എടുക്കുക 3x square minus x minus 4 minus b by a. ഇവിടെ minus 1 ആണെങ്കിൽ 1 by 3 സമ്മ് 1 by 3. പ്രോഡക്റ്റ് c by a minus 4 by 3 ആണ്. അപ്പോൾ അതും കാര്യം ഇനി രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം.
over 4u square plus 8u. No. 4u square plus 8u. അത് ഹോംവർക്ക്. ഒരു ഹോംവർക്ക് കൂടിയുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ if 1 0 of a polynomial x square plus a is 3 minus 3, find its other zero. ഇത് നമ്മൾ ചെയ്ത പോലെ ഇത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ആ ടെക്നിക്ക് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സീറോ തന്നിട്ടുണ്ട്, അത് -3 ആണ്, അതോ സീറോ കാണും. ബാക്കി അടുത്ത ക്ലാസ്.